ഇനി ഈ പ്രോപ്പർട്ടീസ് എല്ലാം വളരെ സിമ്പിൾ ആൻഡ് ആക്സെപ്റ്റബിൾ ആണെങ്കിൽ കൂടി നമ്മളിവിടെ അല്പം സീരിയസ് ആവേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ വീഡിയോ ഞാൻ നിങ്ങളോട് പറഞ്ഞു, റിയൽ നമ്പേഴ്സിന് നമ്മൾ ആകെ 10 പ്രോപ്പർട്ടീസാണ് ലിസ്റ്റ് ചെയ്യുക. അതിൽ 6 എണ്ണപ്പോഴും ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി 4 കൂടി വരാനുണ്ട്. ഇനി റിയൽ നമ്പറായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് പറയുകയാണെങ്കിലും ഒന്നുകിൽ അത് ഈ 10 പ്രോപ്പർട്ടീസ് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന ആ ടോട്ടൽ 10 പ്രോപ്പർട്ടീസിൽ പെട്ട ഒരു കാര്യമായിരിക്കണം, അല്ലെങ്കിൽ ആ 10 പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കണം. ഇതല്ലാത്ത ഒരു കാര്യം നമ്മൾ റിയൽ നമ്പറായിട്ട് ബന്ധപ്പെട്ട് അക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനെ ആ പറഞ്ഞ കമൻറ്റ് മനസ്സിലാവണമെങ്കിൽ ഞാൻ ഇവിടെ ഒരു ചോദിച്ചു വയ്ക്കാം. ഇപ്പം റിയൽ നമ്പേഴ്സിൽ നമുക്കറിയാം 0 എന്ന് പറഞ്ഞൊരു എലമെൻ്റ് ഉണ്ട്, നമ്മൾ ഈ പ്രോപ്പർട്ടീസിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു. 1 എന്ന് പറഞ്ഞൊരു എലമെൻ്റ് ഉണ്ട് നമ്മൾ പറഞ്ഞു. 0 1 ഡിഫറൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇതല്ലാതെ നമ്മൾ സ്കൂൾ മുതൽ ഉപയോഗിക്കുന്ന റിയൽ നമ്പർ അല്ലേ 2 3, അതൊക്കെ ഈ റിയൽ നമ്പേഴ്സിലുണ്ടോ? അതുണ്ട് എന്ന് പറയുന്നത് നമ്മൾ പ്രൂവ് ചെയ്യണം, അല്ലാതെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യില്ല. നമ്മളിതിപ്പോൾ ഇവിടെ 6 പ്രോപ്പർട്ടീസ് ലിസ്റ്റ് ചെയ്തു. ഇനി പറഞ്ഞ 4 പ്രോപ്പർട്ടി കൂടി ലിസ്റ്റ് ചെയ്യാണ്ട് നമ്മൾ കുറച്ചായിട്ട് പ്രൂവ് ചെയ്യും. റിയൽ നമ്പേഴ്സിൽ 2 എന്ന് വിളിക്കാവുന്ന ഒരു എലമെൻറ്റ് നമ്മൾ പ്രൂവ് ചെയ്യും. അപ്പം മാത്രമേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ മാതിരി പ്രോപ്പർട്ടീസിൽ ഉൾപ്പെടുത്തണം. 0 1 ഉണ്ട് എന്ന് പറഞ്ഞ മാതിരി 2 ഉണ്ടെന്ന് ഉൾപ്പെടും. അങ്ങനെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ പിന്നെ ലിസ്റ്റ് ഇൻഫിനിറ്റ് ആയി പോകും. കാരണം 2 ഉണ്ടെന്ന് പറയേണ്ടി വരും, 3 ഉണ്ടെന്ന് പറയേണ്ടി വരും, 4 ഉണ്ട്, 5 ഉണ്ട്, അങ്ങനെ എല്ലാ നമ്പേഴ്സും റിയൽ നമ്പേഴ്സിലുണ്ട് ഇങ്ങനെ പറഞ്ഞു വെക്കുമ്പം പ്രോപ്പർട്ടീസിൻ്റെ ലിസ്റ്റ് വലുതായില്ലേ. പക്ഷെ നമ്മൾ 10 പ്രോപ്പർട്ടീസേ പറയുള്ളൂ. ആ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് നമ്മൾ പറയും ഇതല്ലാതെ 2 എന്ന് വിളിക്കാവുന്ന ഒരു എലമെൻറ്റിൻ്റെ അകത്തുണ്ട്, 3 വിളിക്കാവുന്ന എലമെൻ്റ് ഉണ്ട്, √2 എന്ന് വിളിക്കാവുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. ഇതൊക്കെ നമ്മളിനി പ്രൂവ് ചെയ്യാൻ പോകും. അതാണ് ഈ പ്രോപ്പർട്ടീസിൻ്റെ ബ്യൂട്ടി. അതിൻ്റെ രസകരമായ ഭാഗം അതാണ്.